എല്ലാവർക്കും നമസ്കാരം. യെസ്, കുറച്ച് നാളായി ഞങ്ങൾ ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ കൊറോണ ടൈമിനാണെങ്കിലും കുറച്ച് നാളാണെങ്കിലും നമ്മൾ ഒരു ഹെൽത്ത് റിലേറ്റഡ് സാധനത്തിൽ നിന്നും ഫിറ്റ്നസ് റിലേറ്റഡ് സംഭവത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് പോയി. എന്റെ ഉണ്ണിക്കൊടുവരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചാലഞ്ച് ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ കൊടുക്കുക. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ചാലഞ്ച് ഞങ്ങൾക്ക് തന്നെ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു 60 ഡേ ചാലഞ്ച് ഞങ്ങൾക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ മോട്ടിവേഷൻ കുറയാണ്ടിരിക്കാനും പിന്നെ ഇത് കാണുന്ന നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാനും നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു എല്ലാ വീക്കും നിങ്ങൾക്കും ഒരു ചെറിയ ചാലഞ്ച് തന്നാലോ എന്ന്. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പുതിയൊരു കാര്യം പഠിക്കാൻ പോവാണ്. വേറൊന്നുമല്ല, സ്കേറ്റ് ബോർഡാണ്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, ഉരുണ്ട് വീഴാനും ചാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഒരു പുതിയ കാര്യം പഠിക്കാം. അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു പുതിയൊരു സംഭവം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്നുള്ള നിലയ്ക്കാണ് നമ്മളത് ചെയ്യണം, ഫിറ്റ്നസിന്റെ ഭാഗമായിട്ട്. അതെ. അപ്പോ നമ്മളിത് പർച്ചേസ് ചെയ്യാൻ ഡെക്കാത്ലോണിലാണ് പോണേ, വൈറ്റിലയില്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കാണുന്ന റാൻഡം ആൾക്കാർക്ക് ചെറിയൊരു ചാലഞ്ച് കൊടുക്കും. പുഷപ്പ് ചാലഞ്ച് ആണ്. 1 മിനിറ്റില് 50 പുഷപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് സ്പോട്ടിൽ, അത് 1 മിനിറ്റ് കൊണ്ട് 1000 രൂപ ഉണ്ടാക്കാം. അത് ഞാൻ സ്പോട്ടിൽ ഒരു 1000 രൂപ കൊടുക്കും. അപ്പൊ ഈ തമ്മിൽ കണ്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം ഇപ്പൊ കത്തിയിട്ടുണ്ടാവും എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്നുള്ളത്. നമുക്ക് എന്നാ വീഡിയോയിലേക്ക് പോവാം. കമാ, എല്ലാവർക്കും ചാലഞ്ച് കൊടുക്കാൻ പോവല്ലേ? ആദ്യം ഇവൻ ചെയ്യട്ടെ 50 പുഷപ്പ് ഇവൻ ചെയ്യട്ടെ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. എന്റെ കൈ അറിയാലോ, സീനായിട്ട് ഇരിക്കാണ്. അതാണ് ഞാൻ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത രീതിയിലാണ് ഞാൻ പോയത്. അപ്പൊ പഴി തന്ന സ്ഥിതിക്ക് ഞാൻ ചെയ്ത് നോക്കാം. തുടങ്ങാൻ പോവാണ്. ടൈമർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ 1 മിനിറ്റിൽ 50 പുഷപ്പാണ് നമ്മുടെ ടാർഗറ്റ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. റെഡി? ഞാൻ 47 സെക്കൻഡില് 43 പുഷപ്പ്. പെർഫെക്റ്റ് പുഷപ്പ് അല്ല. അയ്യോ, എന്റെ തലറങ്ങുന്നത്. 43 പുഷപ്പ് എടുത്ത്. അപ്പോ അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്യണ ഒരാളാണ്. ഇതിപ്പോ നമ്മൾ കുറെ നാട്ട് വർക്കൗട്ടിൽ ഒന്നുമില്ല, ജസ്റ്റ് റാൻഡമിൽ എടുത്താണ്, കൈയും വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോ വർക്കൗട്ടൊക്കെ ചെയ്യണ ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് 1 മിനിറ്റിൽ 50 പുഷപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെ 43 എണ്ണം, അത് പെർഫെക്റ്റ് ആണോ അത്ര നമുക്ക് നോക്കൂല, എന്നാലും എടുത്താൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പൊ ഞാൻ തന്നെ ഏകദേശം 43 എടുത്തു. പിന്നെ നമുക്ക് നോക്കാം ആർക്കൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത്. എന്റെ ഗ്യാസ് ഇപ്പൊ സൗണ്ടൊക്കെ പോയി. യെസ്, അപ്പൊ നമ്മള് ഡെക്കാത്ലോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എടപ്പള്ളിയിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. ഇപ്പോ വൈറ്റിലയിലേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റിൽ നമ്മൾ അവിടെ എത്തും. യെസ്, അപ്പൊ നമ്മൾ വൈറ്റിലെ പാലം എത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇപ്പൊ വൈറ്റിലെ പാലം. പെട്ടെന്ന് എത്തിയല്ലേ? നമ്മള് എന്ന് പറഞ്ഞാണോ പാലിറങ്ങാൻ പോവാണ്. യെസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഡെക്കാത്ലോൺ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, വളരെ പെട്ടെന്നാണ് എത്തിയിരിക്കുന്നത്. സ്കേറ്റിങ്ങിനെല്ലാം റെഡി ആയിട്ട് പോവാണ്. ഡെക്കാത്ലോൺ എത്തി. നമുക്ക് മാസ്ക് ഇടാം. ലുക്കാണ്. Come on. അപ്പൊ നമ്മള് ഫസ്റ്റ് പർച്ചേസ് അല്ലേ? പിന്നല്ലാതെ ഫുൾ ഒരു ബ്ലൂ മരം. യെസ്, സ്വാഗതം. സ്കേറ്റിങ്ങിന്റെ ഏരിയ എവിടെ നോക്കിയാ? ലാസ്റ്റ് എവിടെ? വഴി തെറ്റി.
എന്ത് സന്തോഷം. അജയ് ആ അതെ സ്കേറ്റിംഗ്. സ്കേറ്റ് ബോർഡ് നോക്കാനാണ്. ചെയ്തിട്ടുണ്ടോ ഇതിന് മുമ്പ്? ബേബോർഡ് അറിയാം, ഇതെനിക്കറിയില്ല. കാരണം ഇത് ഫുഡ് ഞാൻ കയറി നിന്നതന്നെ ഇത് അതിന്റെ വഴിക്ക് പോകും. ഇത് കൊള്ളാലോ. യെസ്. അപ്പോൾ ഇനി ഇതിന്റെ ബേസിക് സാധനങ്ങൾ എന്തൊക്കെയാ ഇതിന് വേണ്ട? ഇതിന് വേണ്ടത് നമുക്ക് ഗാർഡ്സ് വരും. ഗാർഡ്സിൽ തന്നെ എല്ലാ സെറ്റും ഉണ്ടാവും. അതായത് 2 knee വരും, 2 elbow വരും, 2 ഗ്ലൗസും വരും. ഇത് അഡൽസിന്റെ അഡൽസിന്റെ ഗ്ലൗസ്. അല്ല, ഇപ്പൊ നമ്മൾ ബൈക്കിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ സേഫ്റ്റി ഗിയേഴ്സ് പറയണ പോലെ ഇതിലും ഹെൽമെറ്റും ഗാർഡ്സും എന്തായാലും മസ്റ്റ് ആയിട്ട് വെക്കണം. അജയ്ക്ക് പിന്നെ ലാർജ് എടുത്താൽ മതി. ഈ സൈസ് അജയ്ക്ക്. ഇത് കറക്റ്റ് ആണോ? ചെക്ക് ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിന്റെ ഗ്ലൗസ് ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. കാരണം നമ്മൾ സ്കേറ്റ് ബോർഡിങ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ബാക്കിലേക്ക് ആയിരിക്കും തെന്നിപ്പോണം. അപ്പൊ ആദ്യം തന്നെ കൈ ആയിരിക്കും ഇങ്ങനെ കുത്തും. അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറി. ആ ഒരു ഇമ്പാക്ട് കറക്റ്റ് അതിൽ കിട്ടിക്കോളൂ അല്ലേ? പ്രോ. മറ്റേ ധൂമില് ഹൃതിക് റോഷൻ ഇല്ലേ? ഇതാരാ ഇത്? രാവിലെ ഇനി ഇങ്ങനെയൊക്കെ ഇറങ്ങി കിടക്കാം. എല്ലാ ദിവസവും ഇനി ഏർലി മോർണിംഗ് സ്കേറ്റിംഗ്. ഹെൽമെറ്റ് ലൂസ് ആണോ? ഇല്ല, ഫ്രണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബേസിക് ആയിട്ട് എങ്ങനെ പുഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് കാല് ഈ 4 സ്ക്രൂ ഇല്ലേ, ആ സ്ക്രൂവിന്റെ അവിടെ ഇങ്ങനെ വെക്കും. അതായത് ഇതിന്റെ മേളിലേക്ക് കയറിപ്പോരുത്. അപ്പൊ ഇങ്ങനെ കണ്ടോ, മുകളിലേക്ക് കയറിപ്പോയാൽ നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ പോകും. അതുകൊണ്ട് റൈറ്റ് കാല് 4 സ്ക്രൂ, ലെഫ്റ്റ് കാല് അതിന് പാരലായിട്ട് വെക്കുക, റൈറ്റിന് പാരലായിട്ട്. അതിന്റെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക, കയറി നിൽക്കുക. കയറി ബാക്കിലത്തെ കാലം ഇങ്ങനെ വെക്കുക, സ്ട്രെയിറ്റ് വെക്കരുത്, സർക്കിൾ. ഓക്കെ, പുഷ് ചെയ്ത് ഞാൻ കൈ വിടുമ്പോൾ വിട്ടോട്ടോ, പതുക്കെ വിടും, ഇറങ്ങി വിടും. കൈ വിട്ടോ, ഇല്ല. എങ്ങനെയുണ്ട്? സമയം എടുക്കും പഠിക്കാൻ. എന്തായാലും സമയം എടുക്കും എല്ലാവരും. എങ്ങനെയുണ്ട് എന്നാലും ഫസ്റ്റ് എക്സ്പീരിയൻസ്? ഓണല്ലേ, എല്ലാ ദിവസവും രാവിലെ? അത് കുഴപ്പമില്ല, എന്തായാലും വീടെന്ന് വിചാരിച്ച് തന്നെ ചെയ്തോ. പക്ഷെ എന്നാലും മാക്സിമം അങ്ങനെ നോക്കി ചെയ്താൽ മതി. ശരിക്കും സ്കേറ്റ് ബോർഡ് ചെയ്യുന്നതിന്റെ ആ ഫീൽ ഒന്ന് മനസ്സിലാവണമെങ്കിൽ ആ ബോർഡിൽ ആടിനെ കൈ പിടിക്കാണ്ട് നിന്നിങ്ങനെ പോകണം. അത് സ്മൂത്തിൽ പോകുമ്പോൾ അതിന്റെ ആ ഫീൽ ശരി. ഓക്കെ അല്ലേ? രാവിലെ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ പോണെങ്കിൽ നേരെ സ്കേറ്റ് ബോർഡ് ഇടുക, നേരെ അങ്ങ് പോവാ. അത് പോയി. പിന്നെ ഇപ്പൊ അടുത്ത് നമ്മുടെ ചാലഞ്ച് ആണ്. അപ്പൊ ചാലഞ്ചിനുള്ള ആളെ തപ്പാൻ വേണ്ടി പോവാൻ പറ്റും. A few moments later. അതെ, ഇവിടെ ഇരിക്കണോ? നമുക്ക് ചാലഞ്ച് ചെയ്യണ്ടേ? ചെയ്യണം. ഇതെന്തോ അത് ഇത് ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ജയിച്ചിട്ട് കൊടുക്കാനുള്ള പൈസ 50 പുഷപ്പ് ഒരു മിനിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ അവർക്ക് പൈസ കൊടുക്കും. അത് 1000 രൂപ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ മൊത്തം പൈസ ഞാൻ കൊടുക്കൂല. അവനെ കണ്ടിട്ട് അവനൊരു പുഷപ്പ് എടുക്കുന്നുണ്ടോ? സൈക്കിളൊക്കെ പോകും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിങ്ങളിൽ തന്നെ തുടങ്ങാം. വേറെ ഒന്നല്ല, നമ്മളിപ്പോ ഇന്ന് രാവിലെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കേറ്റ് ബോർഡിന്റെ. അപ്പൊ അലനാണ് ഹെൽപ്പ് ചെയ്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് നൗ ആക്ച്വലി നമ്മളൊരു ചെറിയൊരു ചാലഞ്ച് പോലെ ചെയ്യാം. ചാലഞ്ച് നിങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ വിൻ 1000 rupees ഇൻ 1 minute. ചാലഞ്ച് ഇത്രേ ഉള്ളൂ, 50 push-ups in a go. 50 push-ups in a go. പറ്റുമോ? എങ്ങനെയാണ്? ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ എത്ര പേര് പോകുന്നുള്ള? ട്രൈ ചെയ്ത് നോക്കാം, അതിന് കുഴപ്പമില്ല. വിൻ ചെയ്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല. പേരെങ്ങനെയാ? നിതിൻ. നിതിൻ ഫ്രം എവിടെയാണോ? കൊച്ചിയാണോ? വൈറ്റ്ല. വൈറ്റ്ല.
നിതിൻ എങ്ങനെയാ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന ആളാണോ? ഫുട്ബോൾ എന്തായാലും ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡിയാണോ? ഞാൻ ടൈമർ ഓൺ ചെയ്തിട്ടുണ്ട്. Yeah. ചെയ്തത് ആക്ച്വലി 36 സെക്കൻഡ്സിൽ 50 പുഷപ്സ്. അതല്ലേ 50 ചെയ്യാൻ പറ്റില്ല. 50 പുഷപ്സും കംപ്ലീറ്റ് ചെയ്തു. സോ ആസ് പ്രോമിസ്ഡ് thank you 1000 rupees. ഓക്കെ, നിതിൻ കുറെ നാളെ വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും പ്രതീക്ഷിച്ചതിനേക്കാളും സൂപ്പറായിട്ട് സംഭവം കംപ്ലീറ്റ് ചെയ്തു. അതെ, അപ്പൊ ഫസ്റ്റ് ഇതിൽ തന്നെ ചെയ്തു ഉണ്ടല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ഹു അല്ലെ, ഹെൽത്തും മര്യാദക്കൊക്കെ നോക്കുന്ന ഒരാൾക്ക് പോസിബിൾ ആണ്. കാരണം ഫുട്ബോള് ചെയ്യും, വർക്കൗട്ട് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് ഫുട്ബോൾ കളിക്കുന്ന പറഞ്ഞു. അതെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആളെ ഇനി കാറ്റുകൾ തപ്പി പിടിച്ച് കണ്ടുപിടിക്കും. നമുക്കിനി കുറച്ച് പിള്ളേരെടുത്ത് ചോദിക്കാം. പിള്ളേരാകുമ്പം വേഗം തന്നെ പുഷപ്പെടുത്തോളൂ. നിങ്ങളെങ്ങനെയാ വർക്കൗട്ട് പുഷപ്പ് ഒക്കെ എടുക്കാൻ പറ്റുമോ? എടുക്കും. എത്ര എടുക്കും മാക്സിമം? 10 എടുക്കും. നിങ്ങൾ എത്ര എടുക്കും? 20 എടുക്കും. എന്തായാലും മാക്സിമം എടുക്കാൻ പറ്റുന്നത് എടുക്കും. ആരാണ് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ്? പേരെങ്ങനെയാ? അത് ആദ്യം പറയട്ടെ. പേരെങ്ങനെയാ? ഗോവിന്ദ്, അരുൺ, നിഖിൽ. നിങ്ങൾ 3 ഫ്രണ്ട്സ് ആണ്? ഓക്കെ. നമ്മുടെ ടാസ്ക് ഇതാണ്. 50 പുഷപ്സ് 1 മിനിറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ 1000 rupees നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. അതാണ് സംഭവം. ഒരാൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പുള്ളി 35 സെക്കൻഡ്സിൽ 50 പുഷപ്സ് എടുത്തു. ഓക്കെ, പുള്ളിക്ക് കുറച്ചുകൂടെ സമയം കൊടുത്തേ പുള്ളി അതും കൂടി കൂടുതൽ പഠിച്ചാണ്. പോസിബിൾ ആണ് സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഡൂവബിൾ ആണോ ഇല്ലെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. ഒരു മിനിറ്റ് കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു പണി ചെയ്യാം. നിഖിലാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് നിഖിലാണ്. ആസ് പ്രോമിസ്ഡ്. ഇത് ഞങ്ങളുടെ ഗിഫ്റ്റാണ്. 1000 രൂപ ശരിക്കും ഗിഫ്റ്റാണ്, വെറുതെ ചെയ്യണ്ട. ഗിഫ്റ്റാണ് ശരിക്കും. ഓക്കെ, ഹാപ്പി അല്ലേ? നിങ്ങൾ എല്ലാവർക്കും ചലഞ്ച് കൊടുക്കുന്നു. ഞാൻ തിരിച്ചൊരു ചലഞ്ച് ആയിരുന്നു. എന്താണ് ചലഞ്ച്? ഓക്കെ, 3 ഫ്രിസ്ബീസ് ഉണ്ടോ? ഒരു ബാസ്ക്കറ്റ് കീപ്പ് ചെയ്യും. ഓക്കെ, ഒരു പോയിന്റ് ഇവിടെ തരും. ആ പോയിന്റിൽ 3 നിങ്ങൾ ഷുവർ ആക്കിയിട്ടാണ് 3 ചാൻസ് ഒരു പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് തരും. എല്ലാവർക്കും ചലഞ്ച്. അതിനെന്താ ചെയ്യാൻ. അതാണോ ബാസ്ക്കറ്റ്? ഇതാണ് ചേച്ചിയുടെ ബാസ്ക്കറ്റ് കൊണ്ടുവന്നത്? അല്ല, ആദ്യമേ ചെയ്ത് കാണിക്കണം പോസിബിൾ ആണെന്നുള്ള. ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അതെ, ഞങ്ങൾക്ക് കാണണ്ടേ? ഇപ്പൊ ഞങ്ങള് പുഷപ്പ് ചാലഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങളത് ചെയ്ത് കാണിച്ചു കൊടുത്തു പോസിബിൾ ആണെന്ന്. ഒരെണ്ണം ഇട്ടാ മതി. ഒരെണ്ണം ഇട്ട് പോസിബിൾ ആണെന്ന് കാണിച്ചാൽ മതി. എന്റെ മേത്തിടരുത്. അമ്പോ, ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ ആരും ഇട്ടില്ല, എന്നിട്ട് ഞാൻ ഇട്ടേട്ടാ. അതേ പ്രൊഡക്റ്റ് ഇട്ടേ എനിക്ക്. അപ്പൊ എനിക്ക് ഞങ്ങള് ചാലഞ്ചുമായിട്ട് ഇവിടെ വന്നതാ. അവസാനം ഞങ്ങൾക്കൊരു ചാലഞ്ച് തന്ന് അവസാനം പ്രൊഡക്റ്റ് നമുക്ക് ഗിഫ്റ്റും കിട്ടി. താങ്ക് യു. പേരെന്താ? ബിലാൽ. താങ്ക് യു. താങ്ക് യു ബിലാൽ. താങ്ക് യു. ഗിഫ്റ്റ് കിട്ടിയ പ്രൊഡക്റ്റുമായിട്ട് കാർഗിൾ മുങ്ങി. ഞങ്ങളിപ്പോ എറിഞ്ഞ് പരീക്ഷിച്ചാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോ ഒരു ചാലഞ്ച് ചെയ്തതേ ഉള്ളൂ. എന്താ പേര്?
ടെൽവിൻ. പുഷപ്പ് ഒക്കെ എടുക്കാൻ പറ്റുമോ? ഒരു 50 എണ്ണം 1 മിനിറ്റിൽ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളൊരു ചാലഞ്ച് തന്നേനു. അപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് തരും, നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് തരും. ഇല്ല, ഓക്കെ. അപ്പൊ ശരി, വീട് എവിടെയാ? ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്ക്. ഹലോ, പേരെങ്ങനെയാ? ജിനേഷ്. ജിനേഷ് ബ്രോ എങ്ങനെയാ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യോ? A few moments later. 25. ഗ്രേറ്റ് 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 ഗ്രേറ്റ്. എത്ര ചെയ്തു? മിക്ക ആൾക്കാരും 50 പുഷപ്സ് കേൾക്കുമ്പോൾ തന്നെ ഇല്ല പറ്റില്ല, പക്ഷെ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞു ട്രൈ ചെയ്തു. അതെ ഞാൻ നോക്കാം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നാ പറഞ്ഞു. പക്ഷെ എന്നിട്ടും 25 പുഷപ്സ് എടുത്തു. ക്യാറ്റ് ഗേൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ആളെ പിടിക്കാൻ. നമ്മുടെ പുഷപ്പ് ഏരിയ ഉണ്ട് ഇവിടെ തൊട്ടടുത്താണ്. തൊട്ടടുത്ത് പറഞ്ഞാൽ ഇത് പുറത്തല്ല, ഇവിടെ തന്നെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ വരെ പോവാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും സാധനത്തിന് ഞങ്ങളുടെ വക. അപ്പോൾ ഇനി നൈസ് മീറ്റിംഗ് ഗൈസ്, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും പേരെ കണ്ടു, അതിൽ 3 പേര് ചെയ്തു, അതിൽ 2 പേര് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടും ചെയ്തു, പൈസയും കൊടുത്തു. അവർ 50 പുഷപ്സ് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടത് പറ്റുന്ന തോന്നണില്ല, അവർ ഫ്രാങ്ക് ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി എന്തായാലും സ്കേറ്റ് ബോർഡ് നമ്മൾ മേടിച്ചു, സ്കേറ്റ് ബോർഡ് വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ചെറിയ ബേസിക് ലെസൺസും കാര്യങ്ങളും നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും, ഇനി രാത്രി ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ രാത്രിയാവും. ഓക്കെ, അപ്പോൾ ടാറ്റ. അപ്പോൾ രാത്രി കാണാം. ടാറ്റാ. ഓക്കെ, ശരി. ഹലോ, നമസ്കാരം. ഇത് അലലാണ്, ഇവിടെ ലൈറ്റ് ഇല്ലാത്തരം കാണാം. ഇതാണ് അലൻ. എവിടെ നമ്മുടെ ടീം? പിള്ളേര് അവിടെ നിൽക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം. സക്സസ്. സത്യം പറയടാ, നീ ഒറ്റയ്ക്ക് ഇതിന്റെ അതെ, ഞാൻ ഇടയ്ക്ക് പഠിക്കാൻ പോയി. യെസ്. അപ്പോൾ ഏകദേശം ബേസിക്സ് എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബാക്കി പ്രാക്ടീസിൽ ചെയ്തിട്ട് വേണം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതായത് ചെയ്ത് പഠിച്ച ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. എന്നിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളിലൊക്കെ സംസാരിക്കാനുണ്ട്, അതിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ് എനിക്ക് ബേസിക്സ് പറഞ്ഞതിൽ. ഇതിലാരാണ് എൻ്റെ ഗുരു? ആക്ച്വലി ശ്രീകുട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നെ. പക്ഷേ എല്ലാവരിൽ നിന്നും നമുക്ക് ഇൻസ്പയർ ആവാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് ഇന്നിപ്പോൾ എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ എനിക്ക് അതുപോലെ ക്യാറ്റ് ഗേളിനും കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു പുറത്തുനിന്നൊരു ഔട്ട്സൈഡർ എന്നുള്ള നിലയ്ക്കാണെങ്കിലും ഇവിടെ നിങ്ങളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നുള്ള ആളെന്ന നിലയ്ക്കെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു 4-5 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളിവിടെ ഫേസ് ചെയ്തേക്കുന്ന പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്? ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്കേറ്റ് ചെയ്യാനായിട്ട് അധികം സ്പേസ് ഇല്ല. അതായത് തിരക്കാണ് റോഡിൽ, വണ്ടികളുണ്ടാവും. മെയിൻ പ്രശ്നം ഇപ്പോഴത്തെ അതാണ്. പിന്നെ ജോഗിങ്ങിന് ആൾക്കാരുണ്ട്. അത് തന്നെ ഭയങ്കര ഇപ്പൊ കൂടിയിട്ടുണ്ട് നല്ല രീതിയിൽ. കൊറോണക്ക് ശേഷം ഇപ്പൊ നടക്കാൻ ആൾക്കാരും കാർ പാർക്കിങ്ങും എല്ലാം കൂടി. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഒരു സൊല്യൂഷനാണ്, അതായത് ഒരു സ്പേസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഫണ്ട് എന്തായാലും ഇറങ്ങും, അത് നല്ല പൈസയാവും. അതല്ലാതെ ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്കേറ്റിങ്ങിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ട്രാവൽ ചെയ്തുകൊണ്ട് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ
ഏർലി മോർണിംഗ് എണീക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കുള്ളൊരു പ്രചോദനം കൂടിയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ ചോദിക്കണത്, നിങ്ങൾക്ക് രാവിലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഒഴിവാക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുകയാണ്. അതായത് ലൈറ്റിൻ്റെ പ്രശ്നം, ആൾക്കാരുടെ പ്രശ്നം ഒഴിവാക്കാൻ പറ്റുമോ, അതോ നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് രാത്രിയിൽ മാത്രമേ പറ്റുള്ളൂ? എന്താണ് അതിൻ്റെ ഒരു റീസൺ? അതായത് ഇപ്പൊ നമ്മള് രാത്രിയിൽ ഒന്ന് ചെയ്യണതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വർക്ക് ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എല്ലാവരും ഫ്രീ ആവുന്ന ടൈമാണ് ഈ പറയണ പോലെ ഒരു 7 മണി ടൈം എന്ന് പറയുന്നത്. ആ ടൈമിൽ നമ്മൾ ആദ്യം ഇവിടെ സ്കേറ്റ് ബോർഡിങ് തുടങ്ങാൻ കാരണം, ഈ ഒരു ഏരിയയിൽ തുടങ്ങാൻ കാരണം ഇവിടെ വന്ന് സ്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അധികം ആൾക്കാരില്ല, ഇത്രയും വണ്ടികളില്ല, ഇങ്ങനെ പാർക്കിംഗ് ഇല്ല, ഒന്നുമില്ല, ഫ്രീ ആയിരുന്നു. വണ്ടിയൊക്കെ വന്നാൽ തന്നെ വല്ലപ്പോഴും വണ്ടി വന്നു പോകും. അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഏരിയ കൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ സ്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ പനമ്പള്ളി അവിടെ സ്കേറ്റിംഗ് അലൗഡ് ആണ്, സൈക്ലിങ്ങിന് സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്, സ്കേറ്റിംഗ് പക്ഷെ അവിടെ അലൗഡ് ആണ്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ സ്പേസ് ഇല്ല. അവിടെ ഇപ്പൊ സ്കേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ റോഡിൽ ചെയ്യേണ്ടി വരും. അതും ഈ പറഞ്ഞ പോലെ വണ്ടിയും കാര്യങ്ങളും നോക്കണം. നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്കേറ്റ് ബോർഡിങ്ങിന് പറ്റി നമുക്കൊരു സ്കേറ്റ് പാർക്കും ഇല്ല, ഒരു സ്പേസും ഇല്ല. നമുക്കൊന്ന് ഫ്രീ ആയിട്ടൊന്ന് സ്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഇവിടെ ഇല്ല. ചെയ്യണമെങ്കിൽ തന്നെ ഇതുപോലെ വണ്ടി നോക്കണം, കുറെ ഇഷ്യൂസ് ഉണ്ട്. ബുദ്ധിമുട്ട് അതിപ്പോ ഇന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പൊ ബി ബോയിങ് ഒക്കെ ഇവിടെ നമ്മൾ ആ ഒരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈലൊക്കെ ഇവിടെ വന്ന പോലെ സ്കേറ്റ് ബോർഡിങ്ങും ഫ്രീ സ്റ്റൈലിങ്ങും അതുപോലെ തന്നെ ഈ പറഞ്ഞ ലോങ് ബോർഡ് ഡാൻസിങ്ങും അതുപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു വണ്ടി പോയതാണ്. അപ്പൊ അതുപോലത്തെ വേറൊരു വണ്ടി പോയതാണ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് ഇത് എന്താ പറയുക, ഇതൊരു സ്ട്രീറ്റിൽ ചെയ്യേണ്ട ഒരു സംഭവം അല്ല. നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യണ ഇതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ച് ഇത്ര സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് അറിയിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് ഒന്ന് പൊക്കി വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇപ്പൊ എന്തെങ്കിലും ഫ്രീ സ്റ്റൈലിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കാറുണ്ടോ? അതായത് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ എന്തെങ്കിലും നടക്കാറുണ്ടോ? കൊച്ചിയില് അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും അങ്ങനെ നടത്തിയിട്ടില്ല. പണ്ട് ഞങ്ങള് ഗോ സ്കേറ്റ് ബോർഡിന്റെ അങ്ങനെയുള്ള ഒരു ഇവന്റ് പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അല്ലാതെ കോമ്പറ്റീഷൻ ഒരു ഐറ്റം ആയിട്ട് ഇവിടുത്തെ വരെ ഇവിടെ നടത്തിയിട്ടില്ല. നമുക്ക് നടത്തുവാണെങ്കിൽ തന്നെ ഇതുപോലൊരു സ്പേസ് വേണം. ഈ റോഡില് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചു വരും. റോഡിലല്ലേ ഞാൻ പറയണേ? അത് ശരിയാണ്, സത്യമാണ്. റോഡിൽ എന്തായാലും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് ഈ സ്കേറ്റ് പാർക്ക് പോലെ തന്നെ കുറച്ച് വേറെ എനിക്ക് തോന്നുന്നു മറ്റേ റീൽസും അങ്ങനെ കുറെ കാര്യങ്ങൾ എന്തൊക്കെ വേണ്ട, പിന്നെ ട്രാമ്പും കാര്യങ്ങളൊക്കെ വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ട്രാമ്പും റെയിലൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു നോർമൽ ഇപ്പൊ ഇതുപോലെ ഫ്ലാറ്റ് സർഫസ്, മേ ബി കോൺക്രീറ്റ് സർഫസ് ആയിരിക്കും, അങ്ങനത്തെ ഒരു എൻക്ലോസ്ഡ് ഏരിയയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഈ മറ്റേ സ്കേറ്റ് പാർക്ക് ചെയ്യണ സ്കിൽസിന്റെ പരിധികൾ ഉണ്ടാവും. എങ്കിൽ പോലും നമുക്കൊരു അത്യാവശ്യം നല്ല രീതിയിൽ അത് ചെയ്തെടുക്കാൻ പറ്റുമോ? അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോമ്പറ്റീഷൻ ഒരു സംഭവം ചെയ്തെടുക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഞാൻ ആക്ച്വലി ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്, കൊച്ചിയിലൊരു സ്കേറ്റ് പാർക്ക്, ഒരു പബ്ലിക് സ്കേറ്റ് പാർക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നോർമലി സ്കേറ്റ് പാർക്സ് എങ്ങനെ വർക്ക് ചെയ്യണം? അത് ഒരു അവർലി പൈസ കൊടുത്തിട്ടാണ് അത് ഓപ്പൺ ആയിരിക്കും? ഓപ്പൺ ഫോർ പബ്ലിക് ഫോർ പബ്ലിക് ആയിരിക്കും കുറച്ചുകൂടി അടിപൊളി. കാരണം സ്കേറ്റ് പാർക്ക് എന്ന് പറയുമ്പോൾ അതിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ മണിക്കൂർ അനുസരിച്ച് ഇപ്പൊ ടർഫൊക്കെ പോലെ ആണെങ്കിലും നമ്മൾ ചിലപ്പോ ഒരു ഐറ്റം ഒരു ട്രിക്കോ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണേയിരിക്കും. അതിന്റെ ഇടയ്ക്ക് 1 മണിക്കൂർ ആണെങ്കിൽ 2 മണിക്കൂർ പെട്ടെന്ന് കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും അതൊരു ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ധാരണയിലെത്തി തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ചിലർക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങൾ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും അല്ലേ? അല്ലാണ്ട് ടൈം ലിമിറ്റ് വെച്ച് നമുക്ക് ഒരിക്കലും സ്കേറ്റ് പാർക്കിൽ അങ്ങനെ സ്കേറ്റ് ചെയ്ത് ഒരു പബ്ലിക് സ്കേറ്റ് പാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ പൈസ കൊടുത്ത് പോയി സ്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് ഏകദേശം ഐഡിയ കിട്ടി. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ആൾക്കാർ അറിയണം. എന്തെങ്കിലും ഒരു നാൾ ഈ ഒരു സംഭവം ആൾക്കാരിലേക്ക് അറിഞ്ഞ് ഒരു ഇതുപോലെ തന്നെ ഇപ്പോൾ ബാക്കി എല്ലാ സ്പോർട്സിനും അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കുന്ന പോലെ തന്നെ ഇതിനും അതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളും വന്ന് നമുക്കുള്ള ടാലൻറ്റ് അത് നമുക്ക് ഉണ്ട്, എല്ലാ സ്ഥലത്തും ഹിഡൻ ജെംസ് ഉണ്ട്. അത് എല്ലാം കൂടെ ഒരു നല്ലൊരു സ്പേസിലേക്ക് വന്ന് കുറേയും കൂടെ ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെന്താ, ഇനി നമുക്ക് ഇവർക്കുള്ള ചാലഞ്ച് കൊടുക്കാം. ഇനി ഞങ്ങൾ ചെറിയൊരു കുട്ടി ചലഞ്ച്, വേറൊന്നുമല്ല, ഞങ്ങൾ രാവിലെ തുടങ്ങിയ ഒരു ചലഞ്ചാണ്. അത് റാൻഡംലി ആൾക്കാരെ കണ്ടിട്ട് അത് നമ്മളുടെ ഈ ഒരു സ്കേറ്റ് ബോർഡിങ് ജേർണി ശരിക്കും പറഞ്ഞ ഒരു ഫിറ്റ്നസ് ജേർണിയുടെ ഒരു സ്റ്റാർട്ടിങ് കൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാ ദിവസവും ചെയ്യാന്നുള്ള വിചാരിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. മാക്സിമം 1 മിനിറ്റ് തരും. 1 മിനിറ്റിൽ മാക്സിമം നിങ്ങൾക്ക് എത്ര പുഷപ്പ് എടുക്കാൻ പറ്റും?
അത് 50 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് സ്പോട്ടിൽ തരും. ഇതാണ് സംഭവം. അപ്പൊ നിങ്ങള് ഗിഫ്റ്റ് നല്ല ഗിഫ്റ്റാണ്, ഉപയോഗമുള്ള ഗിഫ്റ്റ്. 1000 രൂപ ഞാൻ തരും. ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾ വന്ന പോലെ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ അതിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽസ് അതെ, അതിന്റെ അകത്ത് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഇനി നമുക്ക് പുഷപ്പ് എടുക്കുക. പുഷപ്പ്. ഓക്കെ, അതെ, ടൈമർ ഇവിടെ സെറ്റ് ആണ്. ശ്രീകുട്ടൻ അവിടെ സെറ്റ് ആണ്. ഓക്കെ, ഒരു മിനിറ്റ്. റെഡി റെഡി ഓക്കെ, സ്റ്റാർട്ട്. ഇത് ആക്ച്വലി 1000 ആണ് ശരിക്കും ജയിച്ചാൽ കിട്ടണേ. ഇത് ഞങ്ങളുടെ ഒരു ഗുരുദക്ഷിണായിട്ട് ഒരു എക്സ്ട്രാ 500 കൂടി. ഓക്കെ ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഇനി നമ്മൾ സൈൻ ഓഫ് ചെയ്യാൻ പോകണം. സൈൻ ഓഫ് സിമ്പിൾ ആണ്, വേറെ കഥകളൊന്നുമില്ല. നമ്മൾ സൈൻ ഓഫ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോഴത്തേക്കും നേരെ പോയി ക്ലോസ് ചെയ്താൽ മാത്രം മതി. സിമ്പിൾ. ഓക്കെ, അപ്പോൾ യെസ്, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് വാൽമാക്രി കൂടെ. യെസ്, അപ്പൊ ഇന്ന് സൈൻ ഓഫ് ചെയ്യാൻ പോണത് ശ്രീകുട്ടനാണ്. ഓക്കെ, സൈൻ ഓഫ് ചെയ്തോ.